ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ കേരളവും കൃഷിയും എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ക്ലാസ് എടുത്തു. അതിൻ്റെ തന്നെ രണ്ടാം ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിൽ കേരളവും കൃഷിയും എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അടിസ്ഥാന വിവരങ്ങളും പറഞ്ഞുപോയി. അതല്ലാതെ തെങ്ങിനെക്കുറിച്ചും നെല്ലിനെക്കുറിച്ചും കുറച്ച് കാര്യം പറഞ്ഞുപോയി. അതുപോലെ കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികളായ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ കൃഷി രീതികളെക്കുറിച്ച് പറഞ്ഞു. വിരിപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിളവിറക്കുന്നത്. അതിന് 6 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അതെന്തെടുക്കുമെന്ന് പറഞ്ഞു, വിളവ് എടുക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ മുണ്ടകൻ കൃഷി എങ്ങനെ പറഞ്ഞു, അത് ഒരു 3 മാസത്തെയാണ്. ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഡിസംബർ ജനുവരി ആ 3 മാസക്കാലത്ത് വിളവെടുക്കുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ പുഞ്ചകൃഷി ബാക്കി 3 മാസം ഡിസംബർ ജനുവരി മുതൽ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ വിളവെടുക്കുന്നതാണെന്ന് പറഞ്ഞു. അതിൽ പുഞ്ചകൃഷി കൂടുതലായി കാണപ്പെടുന്നത് ആലപ്പുഴയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ആലപ്പുഴയിൽ മാത്രമാണെന്നല്ല, കൂടുതലായി കാണപ്പെടുന്നത് ആലപ്പുഴയിലാണ്. എന്നാൽ വിരിപ്പ് കൃഷിയും കൂടുതലായി കാണപ്പെടുന്ന പാലക്കാടാണ്. മുണ്ടകൻ കൃഷിയും പാലക്കാട് തന്നെയാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. തുലാവർഷത്തെ ആശ്രയിച്ചിട്ടുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത്. മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത് തുലാവർഷമാണ്. നമുക്കറിയാലോ തുലാവർഷം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. വടക്ക് കിഴക്കൻ മൺസൂണാണ് തുലാവർഷം എന്ന് പറയുന്നത് അല്ലേ. വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് തുലാവർഷം എന്ന് പറയുന്നത്. ആ സമയം പറയുന്നത് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഏകദേശം വരാറ്. അതുകൊണ്ടാണ് തുലാവർഷം എന്ന് പറയുന്നത്. തുലാ വർഷത്തെ ആശ്രയിച്ചുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ എന്ന് പറയാൻ കാര്യം. അപ്പോൾ വിരിപ്പ് കൃഷി എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ മാസങ്ങളൊക്കെയാണ് അല്ലേ. അത് നമുക്ക് എന്താണ്, ഏത് സമയത്താണ് അത് വരുന്നത്? ഇടവപ്പാതി അതുപോലെ കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയങ്ങളിലാണ് ഏത് വരുന്നത്, വിരിപ്പ് കൃഷി വരുന്നത് അല്ലേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് വിരിപ്പ് കൃഷി വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നുള്ള കൃഷി രീതികളെ കുറിച്ചിട്ട് പറഞ്ഞു. ഡിസംബർ ജനുവരി മുതൽ മാർച്ച് ഏപ്രിൽ വരെയുള്ള ആ സമയത്തെയാണ് വേനൽക്കാല കൃഷി രീതി അല്ലെങ്കിൽ ഗ്രീഷ്മകാല കൃഷി എന്നെല്ലാം അറിയപ്പെടുന്നത്. 3ാം വിള എന്നെല്ലാം അറിയപ്പെടുന്നത് പുഞ്ചകൃഷിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനു മുമ്പത്തെ പറഞ്ഞു. അതുപോലെ തെങ്ങിനെ കുറിച്ചിട്ടും തെങ്ങിൻ്റെ ഇനങ്ങളെ കുറിച്ചിട്ട് തെങ്ങിൻ്റെ രോഗത്തെ കുറിച്ചിട്ട് പറഞ്ഞു. അതുപോലെ നെല്ലിൻ്റെ രോഗം, നെല്ലിൻ്റെ ഇനം, കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കാൻ പോണ ഏതാണെന്ന് പറഞ്ഞാൽ റബ്ബറാണ് കേട്ടോ. അടുത്തത് റബ്ബറാണ് വരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള 2ാമത്തെ നാണ്യവിളയാണ് റബ്ബർ എന്ന് പറഞ്ഞത്. ആദ്യത്തെ നമ്മൾ ഏതാ പറഞ്ഞത്, തെങ്ങാണ് പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള 2ാമത്തെ നാണ്യവിളയാണ് റബ്ബർ എന്ന് പറയുന്നത്. റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം വരുന്നത് ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ് വരുന്നത്. ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ് വരുന്നത്. ഉൽപാദനത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനമുള്ള കാർഷിക വിളയാണ് റബ്ബർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന തോട്ടവിളയും റബ്ബറാണ്. നമ്മൾ റബ്ബർ തോട്ടങ്ങൾ എന്നല്ല പറയുക. അപ്പോൾ തോട്ടവിളയും റബ്ബറാണ്. ഇന്ത്യയിൽ റബ്ബർ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളത്ത് കോട്ടയം. അപ്പോൾ ഇന്ത്യയിൽ കേരളത്ത് കോട്ടയമാണ് റബ്ബർ ഏറ്റവും കൂടുതലുള്ളത്. റബ്ബറിന് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. നമ്മൾ പറഞ്ഞു നെൽകൃഷിക്ക് ഏത് മണ്ണാണെന്നാണ് നമ്മൾ പറഞ്ഞത്, എക്കൽ മണ്ണ് പറഞ്ഞു. അതുപോലെ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് വരുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ നമ്മൾ ഈ റബ്ബർ കൃഷിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയുണ്ട്, ജോൺ ജോസഫ് മർഫി എന്ന അയർലാൻഡുകാരനാണ്. ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ജോൺ ജോസഫ് മർഫി എന്ന ഇദ്ദേഹമാണ് 1902 പെരിയാറിൻ്റെ തീരത്ത് ഒരു റബ്ബർ കൃഷി ആരംഭിച്ചത്. എവിടെയാണ് തീരത്ത്, ഏതിൻ്റെ തീരത്താണ്? പെരിയാറിൻ്റെ തീരത്താണ് ഒരു റബ്ബർ കൃഷി ആരംഭിച്ചത്. ആര്? ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമ്മൾ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, എറണാകുളമാണ് അല്ലേ. പക്ഷേ റബ്ബർ കൃഷി ജോൺ ജോസഫ് മർഫി ഏറ്റവും ആദ്യമായി ആരംഭിച്ചത് പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിൻ്റെ തീരത്ത് വരുന്നത് ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞത് ഇടുക്കി, എറണാകുളം എന്ന് പറഞ്ഞു. എന്നാൽ റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കോട്ടയത്താണ്. ആ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് കോട്ടയത്താണ്. ജോൺ ജോസഫ് മർഫി പെരിയാറിൻ്റെ തീരത്താണ് റബ്ബർ കൃഷി ആരംഭിച്ചത്. പക്ഷേ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിലാണ് കേരളത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്തെല്ലാം ചെയ്തു പറഞ്ഞാൽ തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങളും നാട്ടുകാർക്കായി വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ജോൺ ജോസഫ് മർഫി എന്ന അയർലാൻഡുകാരൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റബ്ബറിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ
റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്താണ്. അപ്പോൾ റബ്ബർ കോട്ടയം എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്ത് ചോദിച്ചാലും നമുക്ക് കോട്ടയം പറയാം. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയമാണ്. റബ്ബർക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എന്ന് പറയുന്നത് ഐരാപുരമാണ്. ആദ്യത്തെ റബ്ബർ പാർക്ക് ഏതാണ്? ഐരാപുരമാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത കൃഷി നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കിയാണ്. റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ, അപ്പോൾ നമ്മൾ റബ്ബർ കൃഷിയുടെ ഭൂമിശാസ്ത്ര ഘടകങ്ങളും കൂടി നോക്കാം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ്? 25 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്റർ മുകളിലും മഴയും റബ്ബർ കൃഷിക്ക് ആവശ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇനി നമുക്ക് മരച്ചീനിനെ കുറിച്ച് നോക്കാം. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം എന്നാണ്? മാനിഹോട്ട് എസ്കുലൻഡ എന്നാണ് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം. അതിൻ്റെ ജന്മദേശം ബ്രസീലാണ്. കേരളത്തിൽ മരച്ചീനി കൃഷി വ്യാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ മരച്ചീനി കൃഷി വ്യാപിച്ചത്, പക്ഷെ അതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. മാറിപ്പോയത്. വ്യാപിപ്പിച്ചത് പോർച്ചുഗീസുകാരും ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലുമാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ഒരു രാജാവ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ചോദിച്ചു പറഞ്ഞാൽ ശ്രീ വിശാഖം തിരുനാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നമ്മൾ ഒരു ഇനത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പേര് നൽകി, ശ്രീ വിശാഖം എന്ന് പേര് നൽകി. അപ്പോൾ മരച്ചീനിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ നാമം മാനിഹോട്ട് എസ്കുലൻഡ എന്നതാണ്. ജന്മദേശം ബ്രസീലാണ്. വ്യാപിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതിൽ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മരച്ചീനിയാണ്. അതുപോലെ അതിനെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ എന്ന് പറയുന്നത്. അദ്ദേഹം നാമകരണം ചെയ്ത ഇനമാണ് ശ്രീ വിശാഖം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരെണ്ണം കൂടി നോക്കാം. ഏലം വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഏലത്തിൻ്റെ ശാസ്ത്രീയ നാമം വരുന്നത് ഏലറ്റേറിയ കാർഡമോമം എന്നാണ് ഏലത്തിൻ്റെ ശാസ്ത്രീയ നാമം വരുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു. അപ്പം നമുക്ക് ഡൗട്ട് അടിക്കാനുള്ള ഒരു കാര്യമുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലവും രാജാവ് എന്ന് ചോദിച്ചാൽ അത് കുരുമുളകുമാണ്. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് പറയുന്നത് എന്താണ്? ഏലമാണ്. ഏലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം പറയുകയാണെന്ന് പറഞ്ഞാൽ പെപ്പർ നൈഗ്രാം എന്നാണ് കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം പറയുന്നത്. അതിനെ തന്നെ നമ്മൾ ഏവന്യപ്രിയ, കറുത്ത പൊന്ന് എന്നെല്ലാം വിളിക്കുന്നത് എന്തിനാണ്? ഈ കുരുമുളകിനെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് ആരാണ്? കുരുമുളകാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനത്തിൻ്റെ പേര് ചോദിച്ചു പറഞ്ഞാൽ അത് കുരുമുളകാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടവിള റബ്ബറാണെന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങ് എന്ന് പറഞ്ഞു. അല്ലെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള ചോദിച്ചു പറഞ്ഞാൽ അത് നെല്ലാണ്. അപ്പോൾ അത് മാറിപ്പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഏറ്റവും കൂടുതൽ കുരുമുളക് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ അത് വയനാടാണ്. അല്ലെ, വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ കുരുമുളകിനെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് എന്തെന്ന് പറയുന്നത്? ദ്രുതവാട്ടം എന്ന് പറയുന്നത്. ഫൈറ്റോഫ്തോറ കാപ്സിസി എന്ന ഇനം കുമിളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കുരുമുളക് വളരാൻ ഏറ്റവും ആവശ്യമായ ഘടകങ്ങൾ പറയുന്ന മഴ, അതുപോലെ ശരാശരി ഉയർന്ന താപനിലയും അതുപോലെ അത്യാവശ്യം തണൽ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ കുരുമുളക് നന്നായി വളരുന്നത്. കേരളത്തിൽ നാറ്റുവേലയാണ് കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലം എന്ന് പറയുന്നത്. ഈ തണ്ടുകൾ മുറിച്ച് നട്ടിട്ടാണ് കുരുമുളക് തൈകൾ പ്രധാനമായി നടുക. കുരുമുളകിനെ ആക്രമിക്കുന്ന, അതുപോലെ നമ്മൾ പറഞ്ഞു പ്രധാന രോഗമാണ് ദ്രുതവാട്ടം. അതുപോലെ അതിനെ ആക്രമിക്കുന്ന ഒരു കീടമാണ് പൊള്ളുവണ്ട്, അതുപോലെ തണ്ടുതുരപ്പൻ പുഴു, മിലിമൂട്ട, അതുപോലെ മണ്ണിനടിയിലുള്ള സൂക്ഷ്മജീവികളെല്ലാം തന്നെ ഈ കുരുമുളക് ചെടികളെ നശിപ്പിക്കുന്ന ഇനങ്ങളാണ്. അതുപോലെ കുരുമുളകിൻ്റെ രോഗം നമ്മൾ പറഞ്ഞു ദ്രുതവാട്ടം കുമിൾ രോഗമാണ് എന്ന് പറഞ്ഞു. ഈ രോഗം വന്ന് ഏതാനും ദിവസം കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? ആ ചെടികൾ നശിച്ചു പോവുകയാണ് ചെയ്യാറ്. അതുപോലെ അടുത്ത ഒരു രോഗമാണ് പൊള്ളു രോഗം എന്ന് പറയുന്നത്. അതുകൂടാതെ അഴുകൽ എന്നിവയും ഈ കുരുമുളകിന് രോഗങ്ങളാണ്. കുരുമുളകിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ
കൊട്ടവള്ളി, ബാലൻ കൊട്ട, കല്ലുവള്ളി, കരിങ്കൊട്ട, മലബാർ എക്സൽ, പേരാമ്പ്ര, ഉതിരൻകോട്ട, നാരായക്കൊടി, കരിമുണ്ടി, കൊറ്റനാടൻ, പെരുങ്കൊടി, വലിയ കാണിക്കാടൻ, ചെറിയ കാണിക്കാടൻ, കുതിരവാലി, നിലമുണ്ടി, കുതിരവെള്ള എന്നിവയെല്ലാം ഈ കുരുമുളകിൻ്റെ ഇനങ്ങളാണ്. അതുകൂടാതെ നമ്മൾ കുറേ ഇനങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുരുമുളക് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ്? പന്നിയൂർ പഠിച്ചിട്ടുണ്ട് അല്ലേ? പന്നിയൂർ 1, 2, 3, 4, 5, 6, 7 പറഞ്ഞ പന്നിയൂർ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ശുഭകര, ശ്രീകര, പഞ്ചമി, പൗർണമി എന്നിവയെല്ലാം കുരുമുളക് ഇനങ്ങളാണ്. ഞാൻ കറക്റ്റായിട്ട് ആ കുരുമുളകിൻ്റെ ഇനങ്ങളുടെ പേരൊന്ന് പറഞ്ഞത്. കേരളത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന കുരുമുളക് ഇനങ്ങളാണ് കരിമുണ്ട, കൊറ്റനാടൻ, ഐമ്പിരിയൻ, പന്നിയൂർ 1, IISR, ശ്രീകര എന്നിവയെല്ലാം പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന കുരുമുളക് ഇനങ്ങളാണ്. അതിൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പന്നിയൂർ 1, പന്നിയൂർ 3, IISR ശ്രീകര, അതുപോലെ IISR ശുഭകര, പഞ്ചമി, പൗർണമി, മലബാർ എക്സൽ എന്നിവയെല്ലാം ഈ കുരുമുളക് ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത കാപ്പി കൃഷിയിലേക്ക് പോവാം. അതിൽ നമ്മൾ വിട്ടുപോയ ഒന്നുണ്ട് കേട്ടോ, കശുമാവ്. കശുമാവും നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം കൃഷി ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ ജന്മദേശവും ബ്രസീലാണ്. ഇതും ഇന്ത്യയിലേക്ക് എത്തിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കണ്ണൂരും, അതുപോലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത് കൊല്ലത്തുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ളത് എവിടെയാണ്? കൊല്ലത്താണ്. അതുപോലെ പ്രധാനപ്പെട്ട കശുവണ്ടി ഇനങ്ങളാണ് ആനക്കയം 1, മൃദുല, അനഘ, അമൃത, മാടക്കത്തറ, കനക, പ്രിയങ്ക, പൂർണിമ എന്നിവയെല്ലാം. അതുപോലെ ധന, അക്ഷയ, K22-1 എന്നിവയെല്ലാം എന്താണ്? പ്രധാനപ്പെട്ട കശുവണ്ടി ഇനങ്ങളാണ്. ഈ കാപ്പി, രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന 2ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. വയനാട് ചുണ്ടയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വിളകളിനെ അങ്ങനെ പറഞ്ഞിട്ട് പോകാം. എണ്ണപ്പന. എണ്ണപ്പനയുടെ ഒരു പ്രധാനപ്പെട്ട സങ്കരയിനമാണ് ടെനീറ എന്ന് പറയുന്നത്. എലഡോബിയസ് കാമറൂണിക്കസ് എന്ന ഇനം വണ്ടുകൾ പരാഗണത്തിന് സഹായിക്കുന്നതാണ്. ഈ എണ്ണപ്പനയെ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ എലഡോബിയസ് കാമറൂണിക്കസ് എന്ന ഇനം വണ്ടുകളാണ് എണ്ണപ്പനയിലെ പരാഗണത്തിന് സഹായിക്കുന്നത്. എണ്ണപ്പനയിൽ അനുയോജ്യമായ ഒരു കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു സങ്കരയിനം ചോദിച്ചു പറഞ്ഞാൽ അത് ടെനീറയാണ്. അതുപോലെ കേരളത്തിൽ പ്രചാരത്തിലുള്ള പ്രധാന കാപ്പി ഇനങ്ങൾ ഏതാണ്? പ്രധാന കാപ്പി ഇനങ്ങൾ അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ? പ്രചാരത്തിലുള്ള പ്രധാന കാപ്പി ഇനങ്ങളാണ് അറബിക്ക, സാൻഡമൺ, കാവേരി, റോബസ്റ്റ എന്നിവ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറബിക്കയും റോബസ്റ്റയും പഠിച്ചു വയ്ക്കണം. അതിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, തെറ്റണ്ട. അത് ഞാൻ പറയാൻ മറന്നുകൊണ്ട് വീണ്ടും പറഞ്ഞതാണെന്നുള്ളൂ. അതുപോലെ പയറിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, KMV1, അതുപോലെ കൈരളി, ശാരിക, മാലിക എന്നിവയെല്ലാം പയറിൻ്റെ സങ്കരയിനങ്ങളാണ്. ഏതിൻ്റെയാണ്? പയറിൻ്റെ സങ്കരയിനങ്ങളാണ്. അപ്പം പച്ചമുളകിൻ്റെ സങ്കരയിനങ്ങൾ എന്തൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഏതൊക്കെയാണ് പച്ചമുളകിൻ്റെ? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, ജ്വാലാസഖി, അതുല്യ, കീർത്തി, സമൃദ്ധി എന്നിവയെല്ലാം മുളകിൻ്റെ സങ്കര ഇനങ്ങളാണ്, പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങളാണ്. വെണ്ടയ്ക്കയുടെ ഏതൊക്കെയാണ്? കിരൺ, അനാമിക, സൽകീർത്തി, അരുണ, അർക്ക എന്നിവയാണ്. കിരൺ, അനാമിക, സൽകീർത്തി, അരുണ, അർക്ക എന്നിവയാണ് വെണ്ടയുടെ സങ്കര ഇനങ്ങൾ. വഴുതനയുടെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? വഴുതനയുടെ സങ്കര ഇനങ്ങളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ, പൊന്നി എന്നിവയെല്ലാം വഴുതനയുടെ സങ്കരയിനങ്ങളാണ്. അതുപോലെ തക്കാളിയുടെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാണ്? ശക്തി, മുക്തി, അക്ഷയ, വെള്ളായണി, വിജയ്, മനുലക്ഷ്മി, മനുപ്രഭ, അനഘ എന്നിവയെല്ലാം തക്കാളിയുടെ സങ്കരയിനങ്ങളാണ്. ഇത് ചോദിക്കാണ്ടിരിക്കാം, പക്ഷേ ചിലപ്പോൾ ചോദിച്ചാൽ നമ്മൾ അറിയേണ്ടി വരുമ്പോൾ ഇമ്പോർട്ടൻ്റായ പേരുകൾ കുറച്ചുണ്ടാവും, അത് പഠിച്ചു വെച്ചാലും മതിയാവും അല്ലേ. അതുപോലെ ടിഷ്യൂ കൾച്ചറെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വാഴയും കുരുമുളകും ഏലവും പൈനാപ്പിളുമാണ്. ഏലാണ് ടിഷ്യൂ കൾച്ചർ. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ എന്നിവയാണ്. നമ്മൾ ഈ കൃഷി രീതിനെ കുറിച്ചിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൃഷി രീതികളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഈ ഹരിതഗൃഹ കൃഷിയും അതുപോലെ ടിഷ്യൂ കൾച്ചറും സെറികൾച്ചറും ഹൈബ്രിഡൈസേഷനും ഒക്കെ പറയുന്നതായിരിക്കും.
അപ്പം ഇഞ്ചിയുടെ സങ്കര ഇനം ഏതൊക്കെയാണ്? ആതിര, കാർത്തിക, അശ്വതി എന്നിവയാണ് ഇഞ്ചിയുടെ സങ്കര ഇനങ്ങൾ. ഗോതമ്പിൻ്റെ കല്യാൺ സോന, ഗിരിജ, സോണാലിക. അപ്പം അത് ഗോതമ്പിൻ്റെ ശ്രദ്ധിക്കണം കേട്ടോ. കല്യാൺ സോന, ഗിരിജ, സോണാലിക എന്നിവയാണ് ഗോതമ്പിൻ്റെ സങ്കര ഇനങ്ങൾ വരുന്നത്. തണ്ണിമത്തലിലാണ് ഷോണിമയും സ്വർണ്ണയും എല്ലാം വരുന്നത്. എന്താണ്? തണ്ണിമത്തൻ്റെ സങ്കര ഇനങ്ങളിലാണ് അത് വരുന്നത്. കൂണിൻ്റെയിലാണ് ഭീമയും അനന്തനും വരുന്നത്. കൂണിൻ്റെയിലാണ് ഭീമയും അനന്തനും വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക. ഏതെങ്കിലും വിട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ പറ്റാറുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സങ്കര ഇനങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങൾ എന്ന് പറയുന്ന ഇതിൽ വരുന്നത്. അതുപോലെ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ പറഞ്ഞ കാപ്പി ഉൽപാദനത്തിൽ 2ാം സ്ഥാനമാണ് കേരളത്തിന് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 1ാം സ്ഥാനം ഏതിനാണ്? കർണാടകയ്ക്കാണ് 1ാം സ്ഥാനം വരുന്നത്. അതുപോലെ തേയിലയും നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. തേയിലയും നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുപോലെ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ്? ഏക ജില്ല ചോദിച്ചാൽ പാലക്കാടാണ്. പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ചോദിച്ചാൽ പാലക്കാടാണ്. ഏക പ്രദേശം ഏതാണ്? ചിറ്റൂരിൽ മാത്രമാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്നത് അല്ലേ. ചിറ്റൂരിൽ മാത്രമാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്നത്. അതുപോലെ ഓറഞ്ച് കൃഷി, പരുത്തി കൃഷി, ഓറഞ്ച് കൃഷിയും ചെയ്യുന്നത് എവിടെയാണ് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ്. ജില്ല ചോദിച്ചാൽ പാലക്കാടാണ്. സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതിയിലാണ് ഓറഞ്ച് കൃഷി ചെയ്യുന്നത്, പാലക്കാടിലെ നെല്ലിയാമ്പതിയിലാണ്. അതുപോലെ കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? പാലക്കാട് മുതലമടയാണ് അല്ലേ. നമുക്കറിയാം ഈ ചൂട് സീസണിലൊക്കെ അല്ലേ മാംഗോസും ചക്കയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാടാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പാലക്കാടാണ് പരുത്തി, ഓറഞ്ച്, മാംഗോ സിറ്റി എന്നെല്ലാം അറിയപ്പെടുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. പരുത്തി ചിറ്റൂരാണ്. ഓറഞ്ച് കൃഷി നെല്ലിയാമ്പതിയിലാണ്. മാംഗോ സിറ്റി എന്ന് പറയുന്നത് മുതലമടയിലാണ് അല്ലേ. ഒരു മാംഗോക്ക് വേണ്ടി മുതലമടയിലേക്ക് വരാൻ കയറിപ്പോയി എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ പുകയില കൃഷി എവിടെയാണ്? പുകയില കൃഷി ആകെയുള്ളത് കാസർഗോഡാണ്. പുകയില കൃഷി ആകെയുള്ളത് എവിടെയാണ്? കാസർഗോഡാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളൊക്കെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. ഏതാണ്? ഇടുക്കി ജില്ലയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ വെണ്ടയുടെ ഒരു ഇനമാണ് ആനക്കൊമ്പൻ എന്ന് പറയുന്നത്. കേരളത്തിലെ കർഷക ദിനം എന്ന് പറയുന്നത് ചിങ്ങം 1 ദേശീയ കർഷക ദിനം എന്ന് പറയുന്നത് ഡിസംബർ 23 ഡിസംബർ 23 വരുന്നത്. ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ഗവേഷണ സ്ഥാപനങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മുമ്പുള്ള നെല്ലിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയെന്നാണ് പറഞ്ഞത്? വൈറ്റില, കായംകുളം, അതുപോലെ പട്ടാമ്പി, മാങ്കൊമ്പ് എന്നീ സ്ഥലങ്ങളിലാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തൃശ്ശൂരിലെ കണ്ണാറയിലാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയുള്ളത്? തൃശ്ശൂരിലെ കണ്ണാറയിലാണുള്ളത്. തൃശ്ശൂരിലെ കണ്ണാറയിലാണ് ഏത്തവാഴയുള്ളത്. ഞാൻ കണ്ണേ കരളീന്ന് വെച്ച വാഴക്കൊലയാണ് എവനോ കട്ടിട്ട് പോയി എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ കണ്ണാറയിലാണ് എന്തുള്ളത്? ഏത്തവാഴയുള്ളത്. അപ്പോൾ നമ്മൾ കാപ്പി ഗവേഷണ കേന്ദ്രം ഇതിനു മുമ്പ് പറഞ്ഞു വയനാട് ചുണ്ടയിലാണ്. നമ്മൾ ചുണ്ടുകൊണ്ടല്ലേ കാപ്പി കുടിക്കുക. അപ്പോൾ വയനാട് ചുണ്ടയിലാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തിലാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമുള്ളത്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടേക്കാണുള്ളത്? ആനക്കയം, മടക്കത്തറ. ആനക്കയം എവിടെയാണ്? മലപ്പുറത്തെ ആനക്കയത്തും തൃശ്ശൂരിലെ മടക്കത്തറയിലുമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രമുള്ളത്. ഏലം ഗവേഷണ കേന്ദ്രമുള്ളത് പാമ്പാടും പാറയിലാണ്, ഇടുക്കിയിലാണ്. നമ്മൾ പറഞ്ഞ ഇടുക്കിയിൽ നിറയെ ഏലം തോട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അമ്പലവയലിലാണ്. വയനാട് അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രമുള്ളത്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. കുരുമുളകിൻ്റെ ഇനങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, പന്നിയൂർ 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണൂരാണ് പന്നിയൂർ കേട്ടോ. കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂരിലെ പന്നിയൂരിലാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കോട്ടയത്താണ് എന്ന് പറഞ്ഞു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളായനിക്കര, തൃശ്ശൂരിലെ വെള്ളായനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. അതുകൂടാതെ വാഴക്കുളത്ത്, എറണാകുളത്തെ വാഴക്കുളത്താണ് കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ മാറിപ്പോരുത്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ വെള്ളായനിക്കരയിലും കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ ഉള്ളത് എറണാകുളം വാഴക്കുളത്തുമാണ് ഉള്ളത്. കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയുള്ളത്? കാർഷിക ഗവേഷണ കേന്ദ്രമുള്ളത് മണ്ണുത്തി, തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ് കാർഷിക ഗവേഷണ കേന്ദ്രമുള്ളത്.
നമ്മൾ പറഞ്ഞു സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരമാണെന്നും കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴയാണെന്നും പറഞ്ഞു. അതിൽ നമ്മളൊരു കേരഫെഡ് എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? തിരുവനന്തപുരമാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. കേരഫെഡ് ഉള്ളത് തിരുവനന്തപുരമാണെന്ന് നമ്മൾ പറഞ്ഞു. കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെയാണുള്ളത്? തൃശ്ശൂർ തുമ്പൂർ മൊഴിയിലാണ് കന്നുകാലി ഗവേഷണ കേന്ദ്രമുള്ളത്. സ്പൈസസ് ബോർഡ് എവിടെയാണ് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ചോദിച്ചാൽ കോഴിക്കോടാണ്. സ്പൈസസ് ബോർഡ് കൊച്ചിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ചോദിച്ചാൽ അത് കോഴിക്കോടുമാണ്. അതുപോലെ കേരളത്തിലെ മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ പുരസ്കാരം. മികച്ച കർഷകൻ കർഷകോത്തമ പുരസ്കാരം. മികച്ച കർഷക വനിത കർഷക തിലകം പുരസ്കാരം. മികച്ച കർഷകൻ കർഷകോത്തമ പുരസ്കാരം. മികച്ച കർഷക വനിത കർഷക തിലകം പുരസ്കാരം. അതുപോലെ മികച്ച കേര കർഷകന് എന്താ കിട്ടുക? കേസരി പുരസ്കാരമാണ്. മികച്ച കർഷകന് കേസരി പുരസ്കാരമാണ് കിട്ടുക. അതുപോലെ മികച്ച പച്ചക്കറി കർഷകൻ എന്നാണ്? ഹരിതമിത്ര പുരസ്കാരമാണ്. മികച്ച പച്ചക്കറി കർഷകന് ഹരിതമിത്ര പുരസ്കാരം. മികച്ച പുഷ്പ പരിപാലകന് കിട്ടുന്ന ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരമാണ്. അതുപോലെ മികച്ച പട്ടികജാതി പട്ടികവർഗക്കാർ കർഷകർക്ക് കർഷക ജ്യോതി പുരസ്കാരം കിട്ടും. മികച്ച ക്ഷീര കർഷകർക്ക് ക്ഷീരധാര പുരസ്കാരമാണ് കിട്ടുക. മികച്ച യുവ കർഷകനാണ് യുവ കർഷക പുരസ്കാരം. അതുപോലെ മികച്ച കാർഷിക ശാസ്ത്രജ്ഞന് കിട്ടുന്നതാണ് കൃഷി വിജ്ഞാൻ പുരസ്കാരം. അതുപോലെ ഭൗമസൂചിക പദവി ലഭിച്ച നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ നമ്മുടെ പൊക്കാളി അരി, വാഴക്കുളം കൈതച്ചക്ക, അതുപോലെ നവരയരി, വയനാട് ജീരകശാല, പാലക്കാട് മട്ടയരി, മലബാർ കുരുമുളക്, ആലപ്പുഴയിലെ ഗ്രീൻ ഏലം, ആലപ്പുഴ കയറ്, മധ്യ തിരുവിതാംകൂറിലെ ശർക്കര, കൈപ്പാട് അരി, നവര അരി, അതുപോലെ ചങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം, വയനാട് റോബസ്റ്റ കാപ്പി, തിരൂർ വെറ്റില എന്നിവയ്ക്കെല്ലാം, അതുപോലെ ഓണാട്ടുകര എള്ള്, അട്ടപ്പാടി തുവര, അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര, കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്നിവയ്ക്കെല്ലാം കേരളത്തിലെ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കൃഷി രീതികളും കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ ഒരുവിധം എല്ലാം തീരും. പിന്നെ നമുക്ക് മണ്ണിനെ കുറിച്ചും കൂടി നോക്കാനുണ്ടാവുള്ളൂ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.